നമസ്കാരം. LK അഡ്വാണി, ചൗധരി ചരൺ സിംഗ്, കർപ്പൂരി ഠാക്കൂർ, നരസിംഹറാവു ഈ കൊല്ലം ഭാരതരത്നയ്ക്ക് തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ ഇവരെല്ലാം. ഇത്രയും രാഷ്ട്രീയക്കാർക്ക് ഒരു കൊല്ലം ഭാരതരത്ന നൽകുന്നതും ഒരുപക്ഷെ ഇതാദ്യമായിട്ടായിരിക്കും. BJP-ക്കാരല്ലാത്ത ചരൺ സിംഗിനും കർപ്പൂരി ഠാക്കൂറിനും നരസിംഹറാവുവിനും ഭാരതരത്ന ലഭിക്കുന്നതിന് പിന്നിലെന്താണ്? അഡ്വാണിക്ക് ലഭിച്ച ഭാരതരത്ന അദ്ദേഹം നൽകിയ എന്ത് സേവനത്തിനാണ്? ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിക്കുന്ന ഭാരതരത്നയുടെ രാഷ്ട്രീയം എന്താണ്? സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളൊപ്പം അതിഥികളായി മാധ്യമപ്രവർത്തകൻ D. ശ്രീജിത്ത്, കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ, BJP വക്താവ് TK അശോക് കുമാർ എന്നിവർ. ആദ്യം അശോക് കുമാറിലേക്ക്. അശോക് കുമാർ, ഭാരതരത്ന സാധാരണ രീതിയിൽ പ്രഖ്യാപിക്കാറുള്ളത് രാഷ്ട്രപതി ഭവനിൽ നിന്നാണ്. അത് കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തിട്ടാണ് അത് പ്രഖ്യാപിക്കാറ്. പക്ഷേ ഈ കൊല്ലം പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പ്രഖ്യാപിക്കുകയാണ്, ട്വിറ്ററിലൂടെയാണ് ഈ ഭാരതരത്ന പ്രഖ്യാപിക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ? പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തു, പക്ഷെ അതിന്റെ നടപടിക്രമങ്ങളൊക്കെ തന്നെ കൃത്യമായി രാഷ്ട്രപതി ഭവനിലൂടെ തന്നെയാണ്. നിങ്ങൾ ആദ്യം സൂചിപ്പിച്ചത് ഇത്രയധികം രാഷ്ട്രീയക്കാർക്ക് ഭാരതരത്ന കൊടുത്തു എന്നുള്ളതാണ്. നമ്മുടെ ഭാരതരത്നത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഭാരതരത്നം നേടിയ 100% രാഷ്ട്രീയക്കാരനായിട്ടുള്ള ആള് 1955 രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവാണ്. നെഹ്റുവിന് രാഷ്ട്രീയ ഭാരതരത്ന കൊടുക്കുന്നതിനെ കുറിച്ച് ഞങ്ങൾക്ക് രാഷ്ട്രീയമായ എതിരഭിപ്രായമില്ല. അദ്ദേഹത്തിന് അർഹതയുള്ളതാണ്, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ നിരവധിയായ രാഷ്ട്രീയക്കാർ പല ഘട്ടങ്ങളിൽ ഭാരതരത്നയ്ക്ക് അർഹരായിട്ടുണ്ട്. രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല BJP കൊടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ പറയുന്ന ഇത്രയധികം ആളുകൾക്ക് കൊടുത്തു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJP-യുടെ ഭരണത്തിൽ 10 ആളുകൾക്കാണ് ഭാരതരത്ന കൊടുത്തിട്ടുള്ളത്. അതിൽ 10 പേരിൽ രാഷ്ട്രീയക്കാരായിട്ട് നിങ്ങൾ ഗണിക്കുകയാണെങ്കിൽ തന്നെ അത് BJP-യുടെ രാഷ്ട്രീയമൊന്നുമല്ല. BJP-യുടെ രാഷ്ട്രീയത്തിലുള്ള 2 ആളുകൾ, എടുത്തു പറയാവുന്ന 2 ആളുകളാണ് അതിൽ പെട്ടിട്ടുള്ളത്. അതേസമയം തന്നെ പ്രണബ് മുഖർജിക്കും നരസിംഹറാവുവിനും ഭാരതരത്ന കൊടുക്കുകയുണ്ടായി. അപ്പോൾ ഭാരതരത്നത്തെ അങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമൊന്നുമില്ല. മറ്റൊരു കാര്യം കൂടി, തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഭാരതരത്നം കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു ആക്ഷേപം. ഈ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുമ്പോൾ ഭാരതരത്നം കൊടുത്ത് അംഗങ്ങളെ സൃഷ്ടിക്കേണ്ട, അല്ലെങ്കിൽ 271+ കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഭാരതരത്നം കൊടുത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെയോ ഏതെങ്കിലും ജനവിഭാഗത്തെയോ ഒന്നിച്ചു നിൽക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമോ ആ തരത്തിൽ വലിയൊരു രാഷ്ട്രീയമായ ഗതികേടൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്കില്ല. കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലും നല്ല ഭൂരിപക്ഷത്തോടു കൂടി രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇപ്പോഴത്തെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും എല്ലാ സൂചനകളും നൽകുന്നത് BJP ശക്തമായിട്ട് അധികാരത്തിൽ വരും എന്നുള്ളത് തന്നെയാണ്. ആ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിന്തയുടെ ആവശ്യമില്ല. ശ്രീ അശോക് കുമാർ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഇപ്പോൾ കർപ്പൂരി ഠാക്കൂർ അദ്ദേഹം BJP-യുടെ ഐഡിയോളജിയുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നത് അന്നത്തെ ജനതാ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ജനസംഘംകാർ കാലുവലിച്ചുകൊണ്ടാണെന്ന് നമുക്കറിയാം. ചരിത്രം അങ്ങനെയാണ്. അദ്ദേഹത്തെ രാജിവെക്കാൻ അദ്ദേഹം നിർബന്ധിതനാവുകയായിരുന്നു ടേം തീരാൻ 1 മാസം മുമ്പ്. അപ്പോൾ കർപ്പൂരി ഠാക്കൂറിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് OBC രാഷ്ട്രീയമാണ്. ഒരുപക്ഷെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ബീഹാറിൽ OBC സംവരണം നടപ്പാക്കിയ ഒരാളാണ്. അന്ന് ആ കാലത്ത് ഈ മണ്ഡൽ കമ്മീഷൻ കാലത്ത് തന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെതിരായിരുന്നു BJP. ഓക്കെ, അപ്പോൾ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ തൊട്ടുടനെ അല്ലെങ്കിൽ തൊട്ട് ആ സമയത്ത് തന്നെ കർപ്പൂരി ഠാക്കൂറിൻ്റെ രാഷ്ട്രീയം പേർന്ന നിതീഷ് കുമാറിനെ നിങ്ങൾ NDA-യിലേക്ക് കൊണ്ടുവരുന്നു. SP-യുടെ സഖ്യകക്ഷിയായ RLD NDA-യിലേക്ക് വരും എന്ന വാർത്തകൾ പ്രചരിക്കുമ്പോൾ RLD-യുടെ ഇപ്പോഴത്തെ നേതാവ് ജയന്ത് ചൗധരിയുടെ മുത്തച്ഛൻ ചൗധരി ചരൺ സിംഗിന് നിങ്ങൾ എന്ത് കൊടുക്കുന്നു? ഭാരതരത്ന കൊടുക്കുന്നു. ഇനി നോക്കുക, നരസിംഹറാവുവിന് ആന്ധ്രയിലും തെലങ്കാനയിൽ കോൺഗ്രസ് ഒരു തിരിച്ചുവരവ് നടത്തുന്നു. ആന്ധ്രയിൽ ഷർമിളയെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവിടെ അവർ വേരുറപ്പിക്കാൻ ശ്രമിക്കുന്നു. അവിടെ അതാ നരസിംഹറാവുവിന് ഭാരതരത്ന കൊടുക്കുന്നു. ഇതിലൊന്നും ഒരു രാഷ്ട്രീയ താല്പര്യമില്ലാന്ന് വിശ്വസിക്കണോ? അല്ല, ഗവൺമെന്റ് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളിലും രാഷ്ട്രീയ ചലനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ആ ചലനങ്ങളെ നോക്കിക്കൊണ്ടല്ല ഭാരതരത്നം പോലെയുള്ള രാജ്യത്തിന്റെ പരമോന്നതമായ സിവിലിയൻ ബഹുമതി BJP വളരെ പ്രസക്തരായിട്ടുള്ള ആളുകൾക്ക് നൽകുന്നത്. ഒരു ഉദാഹരണം പറയാം. കർപ്പൂരി ഠാക്കൂർ എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും ഡൗൺ ആയിട്ടുള്ള ഏറ്റവും താഴെ തട്ടിൽ നിന്ന് ഉയർന്നു വന്ന് അവിടുത്തെ മുഖ്യമന്ത്രി ആയിട്ടുള്ള
മുഖ്യമന്ത്രിയാക്കി പിന്നോക്ക സമുദായത്തിൽപ്പെട്ട വളരെ സാധാരണക്കാരായിട്ടുള്ള ഒരു മനുഷ്യൻ. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഭാരതരത്നത്തിന് അർഹനെന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. അദ്ദേഹത്തിന് നിഷേധിക്കപ്പെട്ടു എന്ന ചരിത്രത്തിന്റെ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് BJP വളരെ സെലക്റ്റീവായിട്ട് വളരെ പ്രധാനപ്പെട്ട ആളുകളെ തിരഞ്ഞ് അവർക്ക് അവരുടെ രാജ്യത്തിനുള്ള കോൺട്രിബ്യൂഷൻ അനുസരിച്ച് അവരെ ആദരിക്കുന്നത് ചരിത്രത്തിന്റെ തെറ്റുകളെ തിരുത്തി മുന്നോട്ട് പോവുകയാണ്. ഇതിനകത്ത് രാഷ്ട്രീയം കാണണ്ട. ഇതിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് നിങ്ങളെപ്പോലെയുള്ള മാധ്യമ പ്രവർത്തകരുടെ കുൽസിതമായിട്ടുള്ള ബുദ്ധി. അതാണ് ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം BJPക്ക് ഇല്ല എന്നേ. കേവല ഭൂരിപക്ഷം ഉണ്ടാക്കാൻ വേണ്ടി ഭാരതരത്നത്തെ ദുരുപയോഗം ചെയ്ത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളെ ഏതെങ്കിലും വിഭാഗത്തിന്റെ വലിയ ഒരു ചെറിയ പിന്തുണ നേടി എങ്ങനെയെങ്കിലും ഒരു കേന്ദ്രത്തിൽ ഒരു ഗവൺമെന്റിനെ തട്ടിക്കൂട്ടണം എന്നൊരു രാഷ്ട്രീയ ഗതികേടൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് നിലവിലില്ല. മുന്നണി രാഷ്ട്രീയത്തെ ഈ ഇന്ത്യൻ രാഷ്ട്രീയം കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് മുന്നണി രാഷ്ട്രീയത്തെ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. മുന്നണി രാഷ്ട്രീയം അതിനെ ഇൻക്ലൂസീവായിട്ട് ഉൾക്കൊള്ളുന്നു എന്നതാണ്. അല്ല മുന്നണി രാഷ്ട്രീയം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നിലനിൽക്കൂ എന്ന സാഹചര്യമൊന്നും ഇന്ത്യയിലില്ലല്ലോ, നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ. കർപ്പൂരി ഠാക്കൂർ കർഷകരുടെ പ്രതിനിധിയാണ്, ഇന്ത്യൻ കർഷകരുടെ ശരിയാണ്. ചൗധരി ചരൺ സിംഗ് ഒരു കർഷക നേതാവായിരുന്നു. ഒറ്റ കാര്യം കൂടി ചോദിക്കട്ടെ, LK അഡ്വാനിക്ക് അദ്ദേഹം രാജ്യത്തിന് നൽകിയ എന്ത് സംഭാവനയുടെ പേരിലാണ് അദ്ദേഹത്തിന് ഭാരതരത്നം കൊടുക്കുന്നത്? അല്ല, LK അദ്വാനിക്ക് പ്രണാബ് മുഖർജിയും നരസിംഹറാവുവും അതുപോലെ തന്നെ LK അദ്വാനിയെ പോലെയുള്ള ആളുകൾ ഇവരൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ പ്രഥമ ഗണനീയരാണ്. അത് നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ആശയത്തോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കാം LK അദ്വാനിയെയും അടൽ ബിഹാരിയൊക്കെ സംബന്ധിച്ചിടത്തോളം. പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ നിർണായകമായ വ്യക്തിത്വങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പറയാമല്ലോ, നെഹ്റു സ്വന്തം പേരിൽ എഴുതിയെടുത്തതാണ് 1955. അങ്ങനെ എഴുതിയെടുക്കുന്ന കാലത്ത് അംബേദ്കർക്കും സർദാർ വല്ലഭായ് പട്ടേലിനും കൊടുക്കാതിരുന്നു. അവിടെയാണ് വിയോജിപ്പ്. നെഹ്റുവിന് കൊടുത്തതിലല്ല, നെഹ്റു സ്വന്തമായിട്ട് അത് ഭാരതരത്നം തന്റെ പേരിൽ എഴുതിയെടുക്കും. അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധി തന്നെയാണ് അവർക്ക് ഭാരതരത്നം നിശ്ചയിക്കുന്നത്. ഇവരൊക്കെ സ്വന്തം പേരിൽ എഴുതിയെടുക്കുമ്പോൾ അംബേദ്കറെയും സർദാർ വല്ലഭായ് പട്ടേലിനെയും ഒക്കെ മറന്നുപോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പട്ടേലിനെ പോലെ പ്രസക്തമാണ് ആധുനിക കാലത്തിൽ LK അദ്വാനി. എന്താ സംശയമുണ്ടോ? രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിമാരിൽ ഏറ്റവും പ്രഥമ ഗണനീയനാണ്. പട്ടേലിനൊപ്പം നിൽക്കുന്ന ആളായിരുന്നു ലാൽകൃഷ്ണ അദ്വാനി. അദ്ദേഹത്തിന്റെ പട്ടേൽ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അങ്ങ് പറഞ്ഞതുപോലെ പട്ടേൽ ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ ഭാരതരത്ന അർഹിക്കുന്ന ഒരാളാണ്. കാരണം ഐക്യ ഇന്ത്യ സാധ്യമാക്കിയ ഒരാളാണ് അദ്ദേഹം. LK അഡ്വാനി ഒരു ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ നൽകിയ സംഭാവന എന്താണ് അങ്ങേക്ക് പറയാമോ? LK അദ്വാനി ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ നൽകിയതും അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ സംഭാവന അഴിമതിയിലും കെടുകാര്യസ്ഥയിലും ധൂർത്തിലും കുടുംബാധിപത്യത്തിലും ആണ്ടുപോയ ഇന്ത്യൻ രാഷ്ട്രീയത്തെ അതിൽ നിന്ന് മോചിപ്പിച്ച് നരേന്ദ്രമോദിയെ പോലെയുള്ള ശക്തനായ BJPയെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കയ്യിൽ വികസന മുന്നേറ്റത്തിന് സാധ്യമായി എത്തിച്ചു കൊടുത്തതിൽ നിർണായകമായ പങ്കുവഹിക്കുന്നു. ഈ കാലത്ത് 10ാമത് സാമ്പത്തിക ശക്തിയിൽ നിന്ന് രാജ്യം 5ാമതായിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്നത് 3ാമതായി മാറുന്നുണ്ടെങ്കിൽ അതിന്റെ 1ാമത്തെ അവകാശി ലാൽകൃഷ്ണ അദ്വാനിയാണ്. അദ്ദേഹമാണ് BJPയുടെ രാഷ്ട്രീയത്തെയും ആ തരത്തിൽ ദേശീയമായി ചിന്തിക്കുന്ന ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് അഴിമതിയുടെ രാഷ്ട്രീയം, കോൺഗ്രസിന്റെ കുടുംബവാഴ്ച അല്ലെങ്കിൽ കെടുകാര്യസ്ഥത, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനയെ കുറിച്ചല്ല പറയുന്നത്. ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സംഭാവനയെ കുറിച്ചല്ല പറയുന്നത്. ഒരു RSS നേതാവ്, BJP നേതാവ് എന്ന നിലയിൽ അദ്ദേഹം സംഭാവന നൽകിയിട്ടുണ്ട്. തീർച്ചയായും അങ്ങ് പറയുന്നതിനെ മുഖവിലേക്ക് എടുക്കുന്നു. ആ സംഭാവന പോലും എങ്ങനെയാണ് ഈ 2 സീറ്റുണ്ടായിരുന്ന 82-ൽ 2 സീറ്റുണ്ടായിരുന്ന BJPയെ 92-ൽ 82 സീറ്റിലെയും പിന്നീട് ഏറ്റവും വലിയ ഒറ്റകക്ഷിയിലെയും വളർത്തിയത് എന്ത് സംഭാവനയാണ് അദ്ദേഹം നൽകിയത്? അങ്ങേക്ക് പറയാമോ? അല്ല, അദ്ദേഹത്തിന്റെ സംഭാവന ഞങ്ങൾ കാണുന്നത്, BJPയുടെ പ്രതിനിധിയായിട്ടുള്ള ഞാൻ സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന രാജ്യത്ത് സ്ഥിരതയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അതായത് ഭൂരിപക്ഷത്തോടു കൂടി ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്ക് കോൺഗ്രസിന് ശേഷം കോൺഗ്രസ് ദുർബലമായി തകർന്ന് തരിപ്പണമായി ഇന്ത്യയിൽ കോൺഗ്രസോടൊപ്പം നിന്ന ജനങ്ങൾ മുഴുവൻ വിവിധ പ്രാദേശിക കക്ഷികളിൽ ചേർന്ന് രാജ്യത്ത് 100 കണക്കിന് പാർട്ടികളും ചെറു പാർട്ടികളുമായി ഭിന്നിച്ചു നിന്ന രാജ്യത്തിന്റെ രാഷ്ട്രീയത്തെ BJPയുടെ നേതൃത്വത്തിൽ രാജ്യമൊട്ടാകെ ഒന്നിപ്പിച്ചു കൊണ്ടുവരികയും കോൺഗ്രസ് ഇല്ലാതായപ്പോൾ ആ സ്ഥലത്തേക്ക് കൃത്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ശക്തമായിട്ടുള്ള അല്ലെങ്കിൽ 350-400 സീറ്റ് നേടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് 2021-24 ഈ ഭാരതീയ ജനതാ പാർട്ടിയെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതുതന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന.
അത് ചിലപ്പോൾ നിങ്ങൾക്ക് വിരോധം ഉണ്ടാവും, അത് BJP-യോടുള്ള വിരോധം കൊണ്ടാണ്. പക്ഷെ BJP-യോടുള്ള വിരോധം മാറ്റിവെച്ച് നിങ്ങൾ ചിന്തിച്ചാൽ സ്ഥിരതയുള്ള ശക്തമായ ഒരു രാഷ്ട്രീയ പാർട്ടി, ശക്തമായ ഒരു നേതൃത്വം, പ്രാദേശിക പാർട്ടികളുടെ ബാർഗൈനിങ് ഒക്കെ ഇല്ലാതാക്കിയിരിക്കുന്നു, രാജ്യമെമ്പാടും ഒരു വികാരമുണ്ടായിരിക്കുന്നു, എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകും. ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത് എന്താണ് അദ്ദേഹത്തിന്റെ പരാജയം? അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കാലത്ത്, ഉപപ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോയി. പിന്നീട് സാങ്കേതികമായിട്ട് പിന്നീട് വന്ന തെരഞ്ഞെടുപ്പുകളിൽ പരാജയപ്പെട്ടോ? തെരഞ്ഞെടുപ്പിലെ വിജയപരാജയങ്ങളല്ലല്ലോ അതിന്റെ മാനദണ്ഡങ്ങൾ. ഓക്കെ നമുക്ക് വിഷയം വിടാം. നമുക്ക് ഏതായാലും ഞാൻ അങ്ങേലേക്ക് വരാം പിന്നീട്. ശ്രീ ജിൻഡോ ജോൺ, നരസിംഹറാവുവിന് BJP ഭരിക്കുന്ന സർക്കാരിൻ്റെ കാലത്ത് ഭാരതരത്ന ലഭിക്കുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്കുള്ള ഒരു അടിയാണ്. അടി എന്ന് വെച്ചാൽ, ഒന്ന്, നരസിംഹറാവുവിനെ കോൺഗ്രസ് പിന്നീട് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി പദം അവസാനിച്ചതിന് ശേഷം എങ്ങനെയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം അദ്ദേഹത്തോട് സ്വീകരിച്ച സമീപനം, അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹത്തോട് എന്താണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം സ്വീകരിച്ച സമീപനം എന്ന് നമുക്കറിയാം. അദ്ദേഹം വിസ്മൃതിയിലാവുകയായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ. പിന്നീട് 2020 തെലങ്കാനയിലെ ഒരു റാലിയിൽ സോണിയാഗാന്ധി അദ്ദേഹത്തെ പുകഴ്ത്തി സംസാരിച്ചു എന്നുള്ളത് ശരി. പക്ഷേ അദ്ദേഹത്തെ ഭാരതരത്ന നൽകി ആദരിക്കുന്നതിലൂടെ ആന്ധ്രയിലും തെലങ്കാനയിലും കോൺഗ്രസ്സിന് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ലഭിക്കാൻ പോകുന്ന ചില നേട്ടങ്ങളെ അടിച്ച് തകർക്കുകയല്ലേ BJP ചെയ്യുന്നത്? അല്ല അജിംസെ, ഞങ്ങൾ അതിനെ അങ്ങനെയല്ല കാണുന്നത്. ഇപ്പൊ നരസിംഹറാവു അല്ലെങ്കിൽ MS സ്വാമിനാഥൻ അടക്കമുള്ള ആളുകൾക്കൊക്കെ ഭാരതരത്ന കൊടുക്കുന്നതിന് നമ്മൾ സ്വാഗതം ചെയ്യുക തന്നെയാണ്, പോസിറ്റീവായിട്ട് തന്നെ കാണുന്നത്. ഇതിലുള്ള കോൺഗ്രസിന് കിട്ടുന്ന ഒരു അടിയായിട്ടല്ല കാണുന്നത്, കോൺഗ്രസിന് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സ്വന്തമായിട്ടൊരു ലെഗസി അവകാശപ്പെടാനില്ലാത്ത ആളുകൾ അത് ഉള്ള ആളുകൾക്ക് ഇത് കൊടുത്തുകൊണ്ട് ഇത് ഞങ്ങളുടേതാണെന്ന് വരുത്തി തീർക്കാൻ നോക്കും. ഇപ്പോൾ സർദാർ വല്ലഭായ് പട്ടേലിനെ അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിനെ, മഹാത്മാഗാന്ധിയൊക്കെ ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കേണ്ട ഗതികേടിലാണ് ഇവർക്ക് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിനോ ചരിത്രത്തിലോ അല്ലെങ്കിൽ രാജ്യനിർമ്മിതിയുടെ ഭാഗമായിട്ടോ ഒന്നും ഒരു ബന്ധവും ഒരു ത്യാഗവും ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് വരുമ്പോൾ ആളുകളുടെ മുമ്പിൽ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു ചരിത്രവും പാരമ്പര്യവും ഇല്ലാതെ വരുമ്പോൾ കോൺഗ്രസിന്റെ നേതാക്കന്മാരെ തെരഞ്ഞുപിടിച്ച് ഇങ്ങനെ ഭാരതരത്ന കൊടുക്കുക അല്ലെങ്കിൽ മറ്റു ആദരവ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് അത്ഭുതമൊന്നുമില്ല. ഞങ്ങൾക്കതൊരു അംഗീകാരമായിട്ട് തന്നെയാണ് കാണുന്നത്. അതിലൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന സമയം ഒരു പ്രശ്നമാണ്. പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിക്കുന്നതിന്റെ ഒരു ഔചിത്യക്കുറവൊക്കെ കാണുമ്പോൾ ഇത് ഇലക്ഷന് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയുന്ന ആക്ഷേപങ്ങൾക്ക് ഒരു ഇട നൽകുന്നതല്ലേ. സാധാരണഗതിയിൽ റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് ഇതൊക്കെ അനൗൺസ് ചെയ്യുന്നത്. ഇത് റിപ്പബ്ലിക് ഡേയുടെ 2 ദിവസം മുമ്പ് കർപ്പൂരി ഠാക്കൂറിന് കൊടുക്കുന്നു, നല്ലത് തന്നെ. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിനെ വളരെയധികം ദ്രോഹിച്ച ആളുകൾ തന്നെ അദ്ദേഹത്തിന്റെ സേവനങ്ങളെ ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ, അക്നോളജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ചുവടുവെപ്പ് തന്നെയാണ്. പക്ഷെ ഇതൊക്കെ ചെയ്യുന്നതിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അത് ശരിയായ കാര്യങ്ങളല്ല എന്ന് തന്നെ വിലയിരുത്തണം. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ലാൽകൃഷ്ണ അദ്വാനിക്ക് എന്തുകൊണ്ടാണ് സ്വീകരണം കൊടുക്കാതിരുന്നത്, അദ്ദേഹത്തെ അർഹിക്കുന്ന രീതിയിൽ പരിഗണിച്ചില്ലല്ലോ എന്ന് BJP-യുടെ സംഘപരിവാറിന്റെ ഭാഗത്തുനിന്ന് വിമർശനങ്ങൾ ഉയരുമ്പോൾ 10 ദിവസത്തിന് ശേഷം ലാൽകൃഷ്ണ അദ്വാനിക്ക് കൊടുക്കുന്നു. ഇത് യാതൊരു കൂടിയാലോചനകളും ഇല്ലാതെ തോന്നുന്ന പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് എക്സിൽ എന്തെങ്കിലും കുറിക്കാൻ തോന്നുമ്പോൾ അങ്ങനെ കുറിച്ചിട്ട് കൊടുക്കുന്നതാണ് ഭാരതരത്ന എന്നുള്ള രീതിയിലേക്ക് ഇത് മാറുന്നുണ്ടെങ്കിൽ അതിന് അങ്ങനെ വിമർശിക്കുന്നവരെ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പിന്നീട് കുറേ ദിവസം കഴിഞ്ഞ് വീണ്ടും 3 ആളുകളെ പരിഗണിക്കുന്നു. ഈ പരിഗണിച്ചവർ ആരും, ഇപ്പൊ ലാൽകൃഷ്ണ അദ്വാനിയുടെ കാര്യത്തിലൊക്കെ ഞങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. പക്ഷേ MS സ്വാമിനാഥനെ പോലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നരസിംഹറാവുവിനെയൊക്കെ പരിഗണിക്കുന്നതിൽ ഒരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല. അത് അർഹിക്കുന്നത് തന്നെയാണ്. ഈ രാജ്യത്തിന് വലിയ മാറ്റങ്ങൾ സംഭാവന ചെയ്തിട്ടുള്ള ആളുകൾ തന്നെയാണ്. അപ്പോൾ അവരെ അംഗീകരിക്കുന്നതിൽ തെറ്റൊന്നും കാണുന്നില്ല. പക്ഷേ ഈ BJP-യുടെ പ്രതിനിധി ഒരു കാര്യം സൂചിപ്പിച്ച് ഞാൻ കൗതുകപൂർവ്വം ശ്രദ്ധിക്കുകയായിരുന്നു. അവര് ഇതൊക്കെ ചെയ്യുന്നത് ഇലക്ഷന് വേണ്ടിയിട്ടല്ല, 400 സീറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നു. ഞാൻ മനസ്സിലാക്കുന്ന BJP നേതൃത്വം വലിയ രീതിയിലുള്ള ഭയപ്പാടിൽ തന്നെയാണ്, ഭീതിയിൽ തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ് രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അവിടെ മുഖ്യ കാർമ്മികനായിട്ട് പോകുന്നത്. ഇന്ത്യ എന്ന് പറയുന്ന മതേതര രാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിന്റെ മുഖ്യ കാർമ്മികനായിട്ട് ചെല്ലുമ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്, അതിന്റെ മുഴുവൻ ഇത് ക്രെഡിറ്റും തനിക്ക് വേണം എന്നുള്ള ഒരു വലിയ താല്പര്യമല്ലേ. പുതിയ ഇന്ത്യൻ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ രാഷ്ട്രപതിക്ക് പോലും ക്ഷണം കൊടുക്കാതെ അവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നേരിട്ട് ചെന്ന് ചെങ്കോല ഏറ്റുവാങ്ങി അത് പ്രതിഷ്ഠിച്ച് അത്തരത്തിലുള്ള പരിപാടികളൊക്കെ നടത്തുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്ന സർവ്വ പരിപാടികളും നടത്തി കഴിഞ്ഞിട്ട് ഇനി ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാം എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇലക്ഷനെ ജയിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ജനങ്ങളുടെ സാധാരണപ്പെട്ട മനുഷ്യരുടെ നിത്യനിദാനമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളെയും അഡ്രസ് ചെയ്യാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല, അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് താല്പര്യമില്ല. പകരം തെരഞ്ഞെടുപ്പിന് മുൻപ് ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുവാണെങ്കിൽ ആളുകളുടെ ശ്രദ്ധ മാറും. മതം, വർഗം, വിദ്വേഷം, വിഷം ഇത്തരം കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് 10 വർഷം മുമ്പ് അധികാരത്തിൽ നിന്നൊഴിഞ്ഞ കോൺഗ്രസ്
കോൺഗ്രസിനെ ഇന്നും കുറ്റം പറയുന്നതിലാണ് ഹരം കണ്ടെത്തുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി. ഈ 10 വർഷക്കാലം കൊണ്ട് കോൺഗ്രസ് ഭരിച്ചപ്പോൾ ഈ രാജ്യത്തുണ്ടായിരുന്ന സാഹചര്യത്തെക്കാൾ തുലവും തുച്ഛമായ സാഹചര്യത്തിലേക്ക് ജനങ്ങളുടെ ജീവിത നിലവാരം തള്ളപ്പെട്ടതിനെ കുറിച്ച് പറയാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല. അല്ലെങ്കിൽ മതവർഗീയ വിഘടന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്ന അക്രമങ്ങൾ അതിനെ ഒന്ന് അപലപിക്കാൻ ഒരിക്കൽ പോലും അദ്ദേഹം തയ്യാറായിട്ടില്ല. പക്ഷെ അതിന് പകരം ഇത്തരത്തിലുള്ള പൊടിക്കൈകളിലൂടെ ഇലക്ഷൻ ഫ്രണ്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നതിനെ ഞങ്ങൾ ഗൗരവത്തോടെ കാണുന്നു, അതിനെ വിമർശന ബുദ്ധിയോടെ തന്നെ കാണുന്നു. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമായിട്ടും പറയാനുള്ളത്, ലെഗസി അവകാശപ്പെടാനില്ലാത്തവർ അത് ഉള്ളവരിൽ നിന്ന് അത്തരം ആളുകളെ എടുത്തുകൊണ്ട് ഇത് ഞങ്ങളാണ് കൊടുക്കുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയുകയുള്ളൂ. ശരി, ശ്രീജിത്ത്, ഈ പത്മ പുരസ്കാരങ്ങൾ അതുപോലെ ഭാരതരത്ന ഇതൊക്കെ വളരെ തന്ത്രപൂർവ്വം വളരെ രാഷ്ട്രീയ ബുദ്ധികൂർമ്മതയോടെ അത് വേണ്ടവർക്ക് കൊടുക്കുന്നതിൽ BJP സർക്കാർ, പ്രത്യേകിച്ച് മോദി സർക്കാർ സ്വീകരിക്കുന്ന ഒരു നയസമീപനം നമ്മൾ ശ്രദ്ധേയമാണ്. അത് ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അത് വെറുതെ കൊടുക്കുകയല്ല, അല്ലെങ്കിൽ അർഹതപ്പെട്ടവർക്ക് പോലും കൊടുക്കുന്നത് അത് കൃത്യമായ ലക്ഷ്യത്തോടെയാണെന്ന് തോന്നിപ്പിക്കുന്നില്ലേ? ഇപ്പോൾ തന്നെ ഈ ലിസ്റ്റ് എടുക്കുക, 5 പേരുടെ ലിസ്റ്റ്. ചൗധരി ചരൺ സിംഗ് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരക്കുട്ടിയുടെ പാർട്ടി NDAയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു. കർപ്പൂരി ഠാക്കൂർ കൊടുക്കുമ്പോൾ നിതീഷ് കുമാർ NDAയിലേക്ക് എത്തിക്കഴിഞ്ഞു. കോൺഗ്രസ്സിന് ഏറ്റവും വലിയ അടിയായിക്കൊണ്ട് ആന്ധ്രയിൽ അവർ വേരുറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നരസിംഹറാവുവിന് ഭാരതരത്ന കൊടുക്കുന്നു. അഡ്വാനിക്ക് രാമക്ഷേത്ര പ്രതിഷ്ഠാപന ചടങ്ങിൽ കാര്യമായ പങ്കാളിത്തം കിട്ടിയില്ല എന്ന വിമർശനം വരുമ്പോൾ അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുക്കുന്നു. അപ്പോൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ ഭാരതരത്ന വിതരണം ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോട് ഉള്ളതാണോ? അല്ല, ഭാരതരത്നം ഒക്കെ അത്തരമുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ഇപ്പോഴും ഭയങ്കര രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി ഉണ്ടായിരുന്ന കാര്യമാണ്. BJP പിന്നെ പൊതുവെ നമുക്കറിയാലോ, കുറച്ച് കാലമായിട്ട് അവർ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും അല്ലെങ്കിൽ അവരുടെ ഏത് തീരുമാനവും അവർ ഈ പറഞ്ഞ രീതിയിൽ നമ്മുടെ പരമോന്നത ബഹുമതികൾ കൊടുക്കുന്നത് മുതൽ നമ്മളുടെ പല പുരസ്കാരങ്ങളും പലർക്കും കൊടുക്കുന്നതടക്കം അതെല്ലാം വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ദീർഘമായിട്ട് നമ്മുടെ ഒരു ഇതിലൊക്കെ നമുക്ക് പലപ്പോഴും പല പരാതികൾ തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ നമ്മൾ കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം കൊടുത്തിട്ട് ഇപ്പോൾ നിതീഷ് കുമാറിനെ ആകർഷിച്ചു എന്ന് പറയുന്നതിൽ ചെറിയൊരു തെറ്റുണ്ടെന്ന് തോന്നുന്നു. കാരണം നിതീഷ് കുമാർ ആ ബൈറ്റ് കടിക്കാനായിട്ട് തയ്യാറായിരുന്ന ഒരു മത്സ്യമായിരുന്നു. അപ്പം റെഡിയുമായിട്ട് അവിടെ നമുക്ക് ഇരയിടേണ്ട കാര്യമില്ലായിരുന്നു. ആ ഇര നേരത്തെ തന്നെ റെഡിയായിട്ട് പുള്ളി അവിടെ നിൽക്കുകയായിരുന്നു അത് ചെയ്യാനായിട്ട്. അപ്പോൾ അതിന് കൃത്യമായിട്ട് അദ്ദേഹത്തിനൊരു ന്യായീകരണം അല്ലെങ്കിൽ അയാൾക്ക് അയാളുടെ പാർട്ടിയിൽ അവിടെ പറയാനായിട്ടോ അയാളുടെ ചുറ്റുപാടുകളിലും അയാളുടെ രാഷ്ട്രീയ സ്ഥലങ്ങളിൽ പറയാനായിട്ട് ജനങ്ങളോട് പറയാനുള്ള ഒരു ന്യായീകരണമായിട്ടാണ് ഈ പറയുന്ന രീതിയിലുള്ള കർപ്പൂരി ഠാക്കൂറിനുള്ള ഒരു ഭാരതരത്നം കിട്ടുന്നത്. അതേപോലെ തന്നെ നമുക്കറിയാലോ, കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് RLD ഒരു തരത്തിൽ പ്രത്യേകിച്ച് വെസ്റ്റേൺ UPയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പൊളിറ്റിക്കൽ ഗെയിം കളിച്ചിരുന്നൊരു പാർട്ടിയാണ്. അവർ 2018-2019 കാലമൊക്കെ ആയപ്പോഴേക്കും ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷൻ മുൻപായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല രാഷ്ട്രീയ പരീക്ഷണങ്ങൾ നടത്തി. അവരൊക്കെ ദീർഘമായിട്ട് ഇപ്പോൾ നമുക്ക് നേരത്തെ അറിയാം, നിതീഷ് കുമാർ ആയാലും RLD ആയാലും പല ദേശീയ കക്ഷികൾ ദേശീയ രാഷ്ട്രീയത്തിലുണ്ടായിരുന്ന പല ചെറിയ പാർട്ടികളാണെങ്കിലും വളരെ പല സമയത്തും അവരുടെ അധികാരങ്ങൾക്കും അവരുടെ ചെറിയ ചെറിയ ഷോർട്ട് ടൈം ഒരു ഗെയിമിന് വേണ്ടിയിട്ട് പല മറ്റ് രാഷ്ട്രീയ ഐക്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്, അവർ പിൻവലിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നിതീഷ് കുമാർ ഇത് പലവട്ടം ചെയ്തിട്ടുണ്ട്, RLD പലവട്ടം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്നും ഇവരെയൊന്നും വിശ്വസിക്കാൻ പലർക്കും പറ്റില്ല എന്ന് വിചാരിച്ച് RLD NDAയിലേക്ക് പോകുന്നു എന്ന് മാത്രമല്ല, ഈ ജാട്ട് സമുദായം BJPയെ സംബന്ധിച്ച് വളരെ നിർണായകമാണ്. പല കാരണങ്ങളാൽ ജാട്ടുകൾ BJPക്ക് എതിരാണ്. ഒന്ന് കർഷക സമരത്തിൻ്റെ മുൻനിരയിൽ അവരുണ്ടായിരുന്നു, മറ്റൊന്ന് ഗുസ്തി താരങ്ങളുടെ സമരം നമുക്ക് ഓർമ്മയുണ്ട്. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് വേണ്ടി ഈ ജാട്ട് സമുദായത്തെ ഗുസ്തി താരങ്ങളെ ഉപദ്രവിക്കുക വഴി BJP എത്രമാത്രം അവരിൽ നിന്ന് ദേഷ്യം അല്ലെങ്കിൽ വെറുപ്പ് ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അപ്പോൾ പല കോണുകളിൽ നോക്കുമ്പോൾ തന്നെ ചൗധരി ചരൺ സിംഗിന് കൊടുക്കുന്ന ഭാരതരത്ന BJPക്ക് വലിയ ബെനിഫിറ്റാണ് തെരഞ്ഞെടുപ്പിൽ.
അത് തന്നെയാണ് ഞാൻ പറയാൻ വന്നിരുന്നത്. എങ്ങനെയാണ് ഈ പറയുന്ന RLD ഈ ഗെയിം കളിച്ചത് എന്നുള്ളതായിരുന്നു ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇപ്പം അജിംസിന് നല്ലോണം ഓർമ്മയുണ്ട്. അപ്പോൾ 2019 ഇലക്ഷന് തൊട്ട് മുമ്പായിട്ട് 2018 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റേ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു വെസ്റ്റേൺ UP-യിൽ. അത് കൈറാനിയിലായിരുന്നു. കൈറാനിയിൽ മറ്റേ അവിടെ ഉണ്ടായിരുന്ന ഒരു BJP നേതാവ് ഹുക്കും സിംഗിൻ്റെ മരണത്തിന് ശേഷം അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിന് മുൻപായിട്ട് അവിടെ ഒരു 2014 ഇലക്ഷന് UP-യിൽ നിന്ന് ഒരു മുസ്ലിം സ്ഥാനാർത്ഥി പോലും ഉണ്ടായിരുന്നില്ല. അതിന് മുൻപായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആൻറ്റി മുസ്ലിം ഒരു കാർഡ് കളിച്ച് മുസ്ഫർ നഗറും അടക്കമുള്ള വർഗീയ കലാപത്തിൻ്റെ കാർഡ് കളിച്ചിട്ടാണ് BJP അധികാരത്തിൽ വരുന്നത്. ആ ഘട്ടത്തിലും RLDയും SP-യും കൂടി സംയുക്തമായിട്ട് ജാട്ടുകളെയും ഗുജറുകളെയും ചേർത്ത് വച്ചിട്ട് അവിടെ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ നിർത്തി. തബസും ഹസൻ എന്ന് പറയുന്ന പഴയ BSP നേതാവ് പിന്നീട് SP-യിലേക്ക് വന്നു. പക്ഷേ അവർ RLDയുടെയും SP-യുടെയും സംയുക്ത സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി. അവരൊരു 3-3.5 ലക്ഷം ഭൂരിപക്ഷത്തിനായിരുന്നു അവർ ജയിച്ചത്. വലിയ ജയമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. വെച്ചാൽ അവിടുത്തെ ഒരു ഗെയിം മാറി എന്ന് കരുതിയ ഒരു സമയത്താണ് പിന്നീട് ഈ 2019 ഇലക്ഷനും അതിനെ തുടർന്നുള്ള പല സമയത്തും ഉണ്ടായിട്ടുള്ള വളരെ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള പല സംഭവങ്ങളും ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ഈ കർഷക സമരത്തിൻ്റെ അവസാന സമയത്ത് കർഷക സമരം യഥാർത്ഥത്തിൽ കർഷക സമരം വിജയിക്കും എന്ന് പറയുന്ന സമയത്താണ് ഈ പഴയ RLDയുടെ ഭാഗത്തുണ്ടായിരുന്ന ആളുകളായിട്ടുള്ള ടിക്കായത്തുകൾ രംഗത്തെത്തുന്നത്. ടിക്കായത്തുകൾ രംഗത്തെത്തിയിട്ട് ടിക്കായത്തുകളുടെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് അവസാനം ഈ തെരഞ്ഞെടുപ്പ് വിജയം സംഭവിച്ചത് അവരുടെ ഒരു പ്രക്ഷോഭത്തിൻ്റെ വിജയം സംഭവിച്ചത് എന്നുള്ളൊരു ഗെയിമിലേക്ക് ദേശീയമായിട്ട് മാധ്യമങ്ങളടക്കം നമ്മളൊക്കെ പോലും ഒരു സംശയിക്കുന്ന ഒരു ഘട്ടത്തിലുണ്ടായിരുന്നു. ഗുസ്തി താരങ്ങളുടെ കാര്യത്തിലും അത് തന്നെ സംഭവിച്ചു. ഗുസ്തി താരങ്ങളുടെ സമരം ഒരു വളരെ നിർണായക പോയിന്റിലെത്തിയപ്പോൾ ഇതേ വെസ്റ്റേൺ UP-യിൽ നിന്നുണ്ടായിട്ടുള്ള ടിക്കായത്തുകൾ രംഗത്ത് വരുന്നു. RLDയുമായിട്ട് അവർക്ക് ദീർഘകാല ബന്ധമുണ്ടെന്ന് നമുക്കറിയാം. ചരൺ സിംഗിൻ്റെ അടുത്ത സുഹൃത്തായിരുന്നു മഹേന്ദ്ര സിംഗ് ടിക്കായത്ത്. അദ്ദേഹത്തിൻ്റെ മക്കളാണ് ഇവർ. ചരൺ സിംഗും ഇവരും തമ്മിലുള്ള ബന്ധം പോലെ തന്നെ അവർക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ചില രാഷ്ട്രീയ ബന്ധങ്ങളും സംഭവങ്ങളും BJPയുമായിട്ടും അവർക്കുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അതേപോലെ തന്നെ അവർ രംഗത്ത് വരികയും ആ ഗുസ്തി സമരവും അവർ ഒരു തരത്തിൽ സോൾവ് ചെയ്തു എന്നുള്ള മട്ടിലേക്ക് വരികയും ചെയ്തു. അതായത് സമരങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രക്ഷോഭ വാല്യൂ തുടർന്ന് BJPയിലേക്കോ കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള വിമർശനത്തിലേക്കോ പോകാത്ത തരത്തിലേക്ക് ഒരു തരത്തിൽ ബ്ലോക്ക് ചെയ്യുന്ന തരത്തിലേക്ക് ഈ വെസ്റ്റേൺ UP-യിൽ നിന്നുള്ള ഈ ജാട്ട് വേറൊരു സംഘം ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഒരു പ്രവർത്തനം തന്നെയാണ് ഇപ്പോഴിത് ഒരു കോംപ്രമൈസിലേക്ക് എത്തുകയും ദീർഘകാലമായിട്ടുള്ള ആവശ്യം ചൗധരി ചരൺ സിംഗിനുള്ള മറ്റേ ഇത് കിട്ടണം, ഭാരതരത്ന കിട്ടണം എന്നുള്ളത് 2019 ഒക്കെ വളരെ വലിയ ചർച്ചയായിരുന്ന കാര്യമാണ്. അദ്ദേഹം ഇവിടുത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നേതാവാണ്. അത് കാരണം തന്നെ അവിടുത്തെ ഒരു വെസ്റ്റേൺ UP-യുടെ ഒരു വികാരമായിട്ട് വന്നിരുന്നൊരു കാര്യമാണ്. കൃത്യമായ സമയത്ത് അതിനെ BJP അത് പ്ലേസ് ചെയ്തു. അത് ഒരു സ്ഥലത്ത് ഇപ്പോൾ ബീഹാറിൽ കർപ്പൂരി ഠാക്കൂറിന് കൊടുത്ത പോലെ തന്നെ അത് ഇവിടെയും കൊടുത്തു. പക്ഷെ ഇതിനെല്ലാം നമുക്കറിയാം, ഇതിനെല്ലാം പ്രസിഡൻസ് ഉണ്ടായിട്ടുണ്ട്. ഇതിനു മുൻപും ഇതെല്ലാം പല സമയത്തും ഇത്തരം അവാർഡുകൾ ഇത്തരം രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. MGRന് വരെ ഇത് കിട്ടിയിട്ടുള്ളൊരു രാജ്യമാണ് നമ്മുടേത്. MGRന് കിട്ടിയതിന് ശേഷമാണ് അംബേദ്കറിന് കിട്ടിയത് എന്നൊക്കെ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാണെങ്കിൽ ഇതിൻ്റെ ഒരു ഗെയിം ഒരു ലോങ് ടൈം ഗെയിമാണ് എന്ന് നമുക്കറിയാം. പലതും പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളൊരു മാർഗത്തിലൂടെയാണ് ഇവർ ചരിക്കുന്നത്. പക്ഷെ അതൊരു വളരെ വിനാശകരമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇവിടുത്തെ ഒരു പൊതുസമൂഹത്തിൽ ഇത്തരം ചില പുരസ്കാരങ്ങളും ചില സംഭവങ്ങളും, അതായത് നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഐഡിയ ഈ അവാർഡുകളൊക്കെ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. എന്ന് വെച്ചാൽ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നൊരു പുരസ്കാരമായിട്ടാണ് ഇതിനെ ഒരു കണക്ക് കൂട്ടിയിരുന്നത്. മഹാത്മാഗാന്ധി സ്വയം സ്വീകരിക്കാനായിട്ട് തയ്യാറില്ലാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് അത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിനൊരു കുറവായിരിക്കും. അദ്ദേഹം അതിനേക്കാളൊക്കെ വലിയൊരു കക്ഷിയാണ് അദ്ദേഹം എന്ന് നമ്മൾ കരുതുന്ന, അതേസമയം അതിന് താഴെ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈക്വലായിട്ട് പ്രവർത്തിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സമഗ്രവും
അല്ലെങ്കിൽ ഒരു ഭാരതം എന്ന് പറയുന്ന ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഈ പുരസ്കാരങ്ങൾ നൽകുന്നത്. പക്ഷേ ആ ആശയങ്ങളെ മുഴുവൻ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇത്തരം ഒരു സാധനങ്ങൾ കൊടുക്കുന്നത്. അത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളത് വളരെ സങ്കടകരമായിട്ട് കാര്യമാണ്. ശരി, ടി കെ അശോകുമാർ, ഇപ്പോൾ BJP ഭരിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾക്ക് പുരസ്കാരം കൊടുക്കുന്നു. ഇപ്പോൾ പ്രണബ് മുഖർജിക്ക് നിങ്ങൾ കൊടുത്തു. അദ്ദേഹം ഒരു മുൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി സ്ഥാനത്ത് നിന്ന് 2017 അദ്ദേഹം പടിയിറങ്ങി. പക്ഷേ അദ്ദേഹത്തിന് നിങ്ങൾ ഭാരതരത്നം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, RSS ആസ്ഥാനത്ത് പോയി പ്രസംഗിച്ചിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് കൂടിയാണ് അദ്ദേഹം. RSSൻ്റെ ആസ്ഥാനത്ത് അദ്ദേഹം ഒരു പരിപാടിയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചിട്ടുണ്ട്. ഇനി നരസിംഹറാവുവിന് കൊടുക്കുമ്പോഴോ, നരസിംഹറാവു എല്ലാ കാലത്തും, പ്രത്യേകിച്ചും ബാബരി ഡെമോളിഷൻ്റെ സമയത്തും അതിനുശേഷവും റാവു സംഘപരിവാറിന് പ്രിയപ്പെട്ട ആൾ തന്നെയാണ്. പലപ്പോഴും എന്താണ് BJP നേതാക്കൾ രഹസ്യമായും പരസ്യമായും ഒക്കെ സമ്മതിക്കുന്ന കാര്യമാണ്. ബാബരി മസ്ജിദ് ഡെമോളിഷൻ സാധ്യമായത് തന്നെ അദ്ദേഹം പ്രധാനമന്ത്രി ആയിരുന്നുകൊണ്ടാണെന്ന് പറയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ മൗനം ആ ഡെമോളിഷന് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ആ ഡെമോളിഷനിലൂടെയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടായത്. നിങ്ങൾ മുമ്പ് LK അഡ്വാനിയെ പറ്റി പറഞ്ഞതുപോലെ അഡ്വാനി എങ്ങനെ BJP വളർത്തിക്കൊണ്ടുവെന്ന് ചോദിച്ചാൽ അതിൽ അഡ്വാനിയോളം തന്നെ പങ്ക് റാവുവിനുമുണ്ട് എന്ന് പലരും രഹസ്യമായി സമ്മതിക്കുന്ന കാര്യമാണ്. അപ്പോൾ രണ്ട് കോൺഗ്രസ് നേതാക്കൾക്ക് നിങ്ങളത് കൊടുക്കുമ്പോൾ പ്രണബ് മുഖർജിക്ക് കൊടുക്കുന്നതിനൊരു കാരണമുണ്ട്, റാവുവിനും കൊടുക്കുന്നതിന് കാരണമുണ്ട്. വെറുതെ അല്ലല്ലോ നിങ്ങൾ റാവുവിന് ഈ പുരസ്കാരം കൊടുക്കുന്നത്. ഈ റാവുവിലേക്കും മുഖർജിയിലേക്കും വരുന്നതിന് മുൻപ്, ബീഹാറിലേക്കും UP-യിലേക്കും പോകുന്നതിന് മുൻപ് ഞാൻ ആദ്യം കേരളത്തെക്കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ 5 പേരിൽ ഏറ്റവും അർഹൻ ആയിട്ടുള്ള ആള് ശ്രീ MS സ്വാമിനാഥനായിരിക്കും. കാരണം പട്ടിണി പാവങ്ങളായിട്ടുള്ള ഇന്ത്യയിലെ ജനങ്ങളെ 60 മുതൽ തുടങ്ങി 80 കാലമായപ്പോഴേക്കും ഭക്ഷ്യസുരക്ഷയിലേക്ക് എത്തിച്ചു. 90കളായപ്പോഴേക്കും അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. 80-ൽ ലോകം അദ്ദേഹത്തെ വേൾഡ് ഫുഡ് പ്രൈസ് കൊടുത്ത് ആദരിച്ചു. 87-ൽ. അതിനുശേഷം എത്ര കാലം കോൺഗ്രസ് അധികാരത്തിലിരുന്നു? ഈ 55 വർഷം 60 വർഷക്കാലത്തെ ഭാരതരത്നത്തിന്റെ ചരിത്രത്തിൽ കാർഷിക മേഖലയിൽ സംഭാവന ചെയ്ത ഏതെങ്കിലും ഒരാളെ ഭാരതരത്നത്തിന് ഇവരാരെങ്കിലും നോമിനേറ്റ് ചെയ്തിട്ടുള്ളൂ? അപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആളാണ്, മലയാളിയാണ്. MG രാമേന്ദ്രനെ തമിഴ്നാടുകളെ ഒപ്പം നിർത്താൻ വേണ്ടി കൊടുത്തതാണെന്ന് വേണമെങ്കിൽ ആക്ഷേപിക്കാം. പക്ഷേ MS സ്വാമിനാഥൻ ഏറ്റവും അർഹമായ കരങ്ങളിലേക്ക് ഭാരതരത്നം വെച്ചു കൊടുക്കുമ്പോൾ അതിനെ നിങ്ങൾ കാണാതെ പോകുന്നു. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ചയില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. ആലപ്പുഴയിലും തൃശ്ശൂരിലും BJPക്ക് ജയിക്കാൻ വേണ്ടിയാണ് MS സ്വാമിനാഥന് ഭാരതരത്നം കൊടുത്തത് നിങ്ങൾക്ക് പറയാൻ സാധിക്കുമോ? അപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയം കൊടുത്തില്ല എന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഗുജറാത്ത് കേന്ദ്രീകരിച്ച് അമുലിന്റെ വരെയുള്ള കാലഘട്ടത്തിൽ അമുലിന്റെ സ്ഥാപകന് BJP എന്തുകൊണ്ടാണ് കൊടുക്കാത്തത്? അങ്ങനെയും ചോദിക്കാലോ കോൺഗ്രസ്സുകാർക്ക്. അല്ല, കൊടുത്തതല്ലേ പ്രശ്നം, കൊടുക്കാത്തതല്ലല്ലോ പ്രശ്നം. ഞങ്ങൾ 2004 മുതൽ 2014 വരെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഭാരതരത്നത്തിന്റെ ഇത്രയും കാലത്തെ ചരിത്രത്തിൽ കാർഷിക മേഖലയിൽ ഒരാളെയും പരിഗണിച്ചിട്ടില്ലാന്നേ. അത് വളരെ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കേണ്ട. അതേസമയത്ത് തമിഴ്നാട് നാട്ടുകാരെ ഒപ്പം നിർത്താൻ വേണ്ടി കാമരാജനും MG രാമചന്ദ്രനും കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിനെ നിഷേധിക്കാൻ സാധിക്കില്ല. ഞങ്ങൾ കൊടുത്തതിനകത്ത് കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രപതിയുണ്ട്, ഒരു പ്രധാനമന്ത്രിയുണ്ട്, MS സ്വാമിനാഥനെ പോലുള്ള ആളുകളുണ്ട്. ബിസ്മില്ലാ ഖാന് ഭാരതരത്നം കൊടുത്ത അടൽ ബിഹാരി വാജ്പേയിയാണ്. പിന്നെ നരസിംഹറാവുവിനെ കുറിച്ച് നിങ്ങൾ പറയുന്നു. നരസിംഹറാവുവിനോട് കോൺഗ്രസ് ചെയ്ത നന്ദികേട്, അല്ലെങ്കിൽ അദ്ദേഹത്തോട് കാണിച്ച ക്രൂരത, അത് നമുക്കറിവുള്ളതാണ്. അത് വായിക്കാനോ അതേക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം പറയാം, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ കൊണ്ടുപോയി ഇന്ത്യയിലെ സ്വർണം പണയം പെടുന്ന അത്ര ഗതികേടിൽ നിന്ന ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പുതിയൊരു ദിശമാറ്റം സംഭവിക്കുകയും അതിലൂടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിയാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയതിന്റെ പേരിൽ ഇന്നത്തെ സാമ്പത്തിക വിദഗ്ധന്മാരെല്ലാവരും അഭിനന്ദിക്കുന്ന രാജ്യത്തിന്റെ ഒരു പ്രധാനമന്ത്രിയല്ലേ നരസിംഹറാവു. ആ രീതിയിൽ കാണൂ. നിങ്ങൾ അതിനെ RSSും BJPയുമായി കൂട്ടിക്കെട്ടാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ കാണുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്ത് പുതിയ ദിശാബോധം നൽകിയ 90കളിൽ ഉണ്ടായിരുന്ന ക്രൈസിസിനെ മറികടന്ന് രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച അവിടുത്തെ ആന്ധ്രയിലെ മുഖ്യമന്ത്രിയായിരുന്ന, രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായിരുന്ന, വിദേശകാര്യമന്ത്രിയായിരുന്ന, ദക്ഷിണേന്ത്യക്കാരനായിട്ടുള്ള സാധാരണക്കാരനായിട്ടുള്ള നരസിംഹറാവു കോൺഗ്രസിന്റെ പ്രധാനമന്ത്രി ആയിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങൾ നോക്കിയാൽ അദ്ദേഹത്തെ മാത്രം നമുക്ക് ഡൽഹിയിൽ കാണാൻ പറ്റില്ല. പക്ഷെ അദ്ദേഹം 2014
2004 അദ്ദേഹം ചരമമടയുന്നത് ഡൽഹിയിൽ വെച്ചാണ്. ഡൽഹിയിൽ വെച്ച് ചരമമടഞ്ഞ അദ്ദേഹത്തിൻ്റെ സ്ഥലം ഡൽഹിയിലല്ല. അപ്പോൾ അദ്ദേഹത്തോട് ചെയ്തതിൻ്റെ ചരിത്രം, കോൺഗ്രസ് ചെയ്ത തെറ്റുകൾ ഞങ്ങൾ എല്ലായിടത്തും തിരുത്തുകയാണ്. കാശ്മീർ പ്രശ്നത്തിൽ നെഹ്റു ചെയ്ത തെറ്റുകൾ തിരുത്തിയിട്ടുണ്ട്. ഇനി നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ അയോധ്യയുടെ വിഷയത്തിലാണെങ്കിൽ ദീർഘകാലമായിട്ട് രാജ്യത്തെ ഇരു സമുദായങ്ങൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെ ഞങ്ങൾ കഴിവിന്റെ പരമാവധി രമ്യമായി പരിഹരിച്ചു. ആ പ്രശ്നം ഇല്ലാതാക്കിയിട്ടുണ്ട്. അഡ്വാണി എന്ന മനുഷ്യൻ നിങ്ങൾക്ക് വലിയ നേതാവായിരിക്കും. പക്ഷേ നിങ്ങൾ ഈ പറയുന്ന തർക്കത്തെ ഊതിക്കത്തിച്ച ആ തർക്കത്തെ രഥയാത്രയിലൂടെ രാജ്യം മുഴുവൻ കലാപങ്ങൾ ഉണ്ടാക്കിയ, നൂറുകണക്കിന് മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാക്കിയ ഒരു മനുഷ്യനാണ് നിങ്ങൾ ഭാരതരത്ന കൊടുത്തത്. അത് മറക്കരുത്. 1885 അയോധ്യ തർക്കത്തിന്റെ പേരിൽ ആദ്യത്തെ സിവിൽ സൂട്ട് വരുന്നത്. അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ അല്ലെങ്കിൽ BJP ഈ വിഷയം ഏറ്റെടുക്കുന്നതിന് ഒരു നൂറ്റാണ്ട് മുൻപ് 86 BJP 1986 BJP അയോധ്യ പ്രക്ഷോഭം ഏറ്റെടുക്കുന്നത്. ഫൈസാബാദ് കോടതിയിൽ, സിവിൽ കോടതിയിൽ ആദ്യത്തെ രാമജന്മഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ട സൂട്ട് വരുന്നത് ഒരു നൂറ്റാണ്ട് മുൻപ് 1885. അതുകൊണ്ട് രാമജന്മഭൂമിയുടെ കാര്യത്തിൽ അത് കഴിഞ്ഞുപോയ അധ്യായമാണ്. അത് BJPയെ അത് പ്രതിക്കൂട്ടി നിർത്തുകയല്ല വേണ്ടത്. ആ പ്രശ്നം പരിഹരിച്ചു. 1986 BJP അത് ഏറ്റെടുക്കുന്നതുവരെ, 1986 അത് BJP ഏറ്റെടുക്കുന്നതുവരെ അങ്ങനെ ഒരു തർക്കം നടക്കുന്ന വിവരം അറിയാവുന്ന ഒരേ ഒരു മലയാളി KK നായർ മാത്രമായിരുന്നു. നിങ്ങൾ ഈ പറയുന്ന ഒരു നൂറ്റാണ്ട് മുമ്പുള്ള തർക്കമാണെങ്കിൽ 86 BJP അത് ഏറ്റെടുക്കുന്നവരെ അങ്ങനെ ഒരു വിഷയം അറിയാവുന്ന ഒരു മലയാളി എന്ന് പറഞ്ഞാൽ KK നായർ മാത്രമായിരിക്കും. ഈ അജിംസെ, നമ്മുടെ ഇപ്പോഴത്തെ മലപ്പുറത്തെ തങ്ങൾ മുതൽ അല്ലെങ്കിൽ അതിനുവേണ്ടി ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ പോയ കക്ഷിക്ക് വരെ ഇതിനകത്ത് പ്രശ്നമില്ല. കാരണം അവർ ഇരുകൂട്ടരും പറയുന്നത് എന്താണ്, ഈ പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കും. ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ചർച്ചകളിലേക്ക് ശരിയാണ്, ആ പ്രശ്നമില്ല എന്നുള്ളത് നല്ല കാര്യമാണ് അശോക് കുമാർ. ഞാൻ ചോദിക്കുന്ന പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാണ്, ആ പ്രശ്നം ഉണ്ടാക്കിയ ആൾക്കാണ് നിങ്ങൾ അവാർഡ് കൊടുക്കുന്നത്. അതാണ് ആ പ്രശ്നം ആരാണോ ഉണ്ടാക്കിയത് അയാൾക്കാണ് നിങ്ങൾ ഭാരതരത്ന കൊടുത്തതെന്ന് ഞാൻ ചൂണ്ടിക്കാട്ടിയുള്ളൂ. തർക്കമൊന്നുമില്ല. അല്ല, നിങ്ങൾ സാങ്കേതികമായിട്ട് അജിംസ് അങ്ങനെ പറയുകയാണെങ്കിൽ പ്രശ്നമുണ്ടാക്കിയ ആൾ ആരാണ്? രാജീവ് ഗാന്ധി ആണെന്ന് പറയേണ്ടി വരില്ലേ? വെറുതെ എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും ഈ ചരിത്രം ചെയ്യാൻ പോകുന്നത്? അങ്ങനെയല്ലേ പറയുക? അങ്ങനെയല്ലേ നിരീക്ഷണങ്ങൾ ഉണ്ടാവുക? വേണ്ട, നമുക്ക് ആ വിഷയത്തിലേക്ക് വരണ്ട. ഭാരതരത്നം കൊടുത്തതിൽ രാഷ്ട്രീയമില്ല, അർഹതപ്പെട്ട കൈകളിലാണ്. ഏതെങ്കിലും ഇപ്പൊ BJPയുടെ നേതാക്കളെ തെരഞ്ഞു പിടിച്ച് ഞങ്ങൾ 10 വർഷക്കാലം 10 BJPയുടെ അനുഭാവികൾ അല്ലെങ്കിൽ BJPയുടെ ആശയധാരയിലുള്ള 10 ആളുകളെ സെലക്ട് ചെയ്ത് ഭാരതരത്നം കൊടുത്താൽ നിങ്ങൾക്ക് പറയാം ഈ കൊടുത്ത 10 പേരും എന്താണ്, BJP ഐഡിയോളജിയുടെ ഭാഗമാണ് അല്ലെങ്കിൽ BJPയുടെ രാഷ്ട്രീയക്കാരാണ്? അല്ലല്ലോ. നിങ്ങൾക്ക് തർക്കമൊന്നുമില്ലല്ലോ. കോൺഗ്രസ്സുകാരുണ്ട്, വിവിധ മേഖലയിൽ പ്രസിദ്ധരായിട്ടുള്ള ആളുകളുണ്ട്, ബിസ്മില്ല ഖാനെ പോലുള്ള ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട്, എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അത് അർഹതപ്പെട്ടവരാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ലാൽകൃഷ്ണ അദ്വാനിജിയുടെ കാര്യം പറഞ്ഞു, കോൺഗ്രസ് സ്വാഗതം ചെയ്തു. ലാൽകൃഷ്ണ അദ്വാനിജിക്ക് ഭാരതരത്നം കൊടുത്തതിനെ AICC നേതൃത്വം സ്വാഗതം ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ AICCക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറയണ്ടേ? ലാൽകൃഷ്ണ അദ്വാനി അതിന് അർഹനല്ല എന്ന് പറഞ്ഞില്ലല്ലോ. എന്തേ പറയാം? ശ്രീ ജിൻഡോ ജോൺ, ഈ റാവുവിന് ഭാരതരത്നം കൊടുത്തതുപോലെ തന്നെ അദ്വാനിക്ക് കൊടുത്തതും കോൺഗ്രസ് സ്വാഗതം ചെയ്യുന്നുണ്ടോ? അല്ല, എനിക്കത് അദ്ദേഹം പറഞ്ഞത് മനസ്സിലായില്ല. അദ്വാനിക്ക് ഭാരതരത്ന കൊടുത്തതിനെ കോൺഗ്രസിന്റെ നേതൃത്വം സ്വാഗതം ചെയ്തതായിട്ട് ഞങ്ങളാരും ശ്രദ്ധിച്ചിട്ടില്ല, അറിയില്ല. രാഹുവിന് ഭാരതരത്ന കൊടുത്തതും MS സ്വാമിനാഥന് കൊടുത്തതൊക്കെ പോസിറ്റീവ് ആണെന്നുള്ള രീതിയിലേ പറഞ്ഞിട്ടുള്ളൂ. LK അദ്വാനിക്ക് കൊടുത്തതിനെ പ്രത്യേകം എടുത്ത് പറഞ്ഞ് സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞതായിട്ട് എന്റെ നിരീക്ഷണത്തിൽ കണ്ടില്ല. ഇനി LK അദ്വാനിക്ക് കൊടുത്തു എന്ന് പറയുമ്പോൾ പോലും അത് പറയാൻ BJPക്ക് അർഹത ഉണ്ടെങ്കിൽ ഓക്കെ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, കണ്ടില്ല, ക്ഷമിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് LK അദ്വാനിക്ക് ഇത് കൊടുത്തു എന്ന് പറയാൻ BJPക്ക് എന്ത് യോഗ്യതയുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അദ്ദേഹം രഥയാത്ര നടത്തിയും വിഷമിപ്പിച്ചും ഭിന്നിപ്പുണ്ടാക്കിയൊക്കെ ഉണ്ടാക്കിയെടുത്ത ഇളക്കി മറിച്ചൊരു ഭൂമിയിൽ വിളഞ്ഞ വിത്താണ് BJPയുടെ അധികാരം. അവിടെ എത്തിയപ്പോൾ നരേന്ദ്രമോദി ആ കസേരയിൽ കയറിയിരിക്കുമ്പോൾ അദ്ദേഹത്തെ ആദ്യം തന്നെ ചവിട്ടിപ്പുറത്താക്കി മാർഗനിർദ്ദേശക മണ്ഡലിൽപ്പെടുത്തി. അത് എന്താണ് ഉദ്ദേശിക്കുന്നത് പോലും ആർക്കും മനസ്സിലായില്ല. പിന്നീട് അദ്വാനിയുടെ കണ്ണുനീർ പൊഴിയുന്നത് നമ്മളെല്ലാവരും കണ്ടതാണ്. അതിനുശേഷം ഈ രാമക്ഷേത്രം ഉണ്ടാകാനായിട്ട് ഇപ്പോഴത്തെ സ്ഥിതിയിലാകുന്ന രീതിയിലേക്ക് വരുത്തി വെച്ച, അതിനു വേണ്ടിയിട്ട് രഥയാത്രകൾ നടത്തി ഇത്രത്തോളം പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ആൾ, ബാബറി മസ്ജിദ് പൊളിക്കാനൊക്കെ നേതൃത്വം കൊടുത്ത ഒരാൾ എന്നുള്ള ആക്ഷേപം നേരിടുന്ന, അതിൽ കുറ്റക്കാരനായിട്ടുള്ള കേസിൽ പ്രതിയേർക്കപ്പെട്ടുള്ള ലാൽകൃഷ്ണ അദ്വാനിയെ ആ രാമക്ഷേത്രത്തിന്റെ പൂജാകർമ്മങ്ങളുടെ സമയത്ത്, പ്രതിഷ്ഠാ സമയത്തേക്ക് വിളിക്കണ്ട എന്ന് തീരുമാനിക്കുന്നു. അത്രത്തോളം അവഗണന നേരിടുന്നു. ഇതിനിടയിൽ എപ്പോഴും നമ്മൾ കേട്ടു, നരേന്ദ്രമോദി സമയത്ത് അദ്ദേഹത്തെ രാഷ്ട്രപതിയാക്കി ശുപാർശ ചെയ്യുന്നൊക്കെ സംഘപരിവാർ ഹാൻഡിലുകളിൽ നമ്മൾ
കേട്ടതാണ്. അതൊക്കെ അവഗണിക്കപ്പെട്ടു. അങ്ങനെ നിരന്തരം മോദിയുടെ പ്രതാപകാലത്ത് 10 വർഷക്കാലം നിരന്തരം അവഗണിക്കപ്പെട്ട ലാൽകൃഷ്ണ അദ്വാനിയുടെ അതുമായി ബന്ധപ്പെട്ട ലെഗസിയെ കൂടി കൂട്ടി നിർത്താൻ വേണ്ടിയിട്ട്, തീവ്ര ഹിന്ദുത്വ ലെഗസിയെ കൂടി കൂട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ നിങ്ങൾ ഇപ്പോൾ പരിഗണിച്ചത് എന്നാണ് ഞങ്ങളുടെ നിരീക്ഷണം. അതിൽ തെറ്റു പറയാൻ നിങ്ങൾക്ക് പോലും സാധിക്കില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ 10 വർഷക്കാലം അദ്ദേഹത്തിന് നിങ്ങൾ എന്ത് സ്വീകരണമാണ് കൊടുത്തതെന്ന് നിങ്ങൾ സൂചിപ്പിക്കേണ്ടതാണ്. അടുത്തത്, എനിക്ക് മനസ്സിലാകുന്നില്ല, ഈ ഭാരത് രത്ന പോലെയുള്ള ഇന്ത്യയുടെ പരമോന്നത ബഹുമതികൾ കൊടുക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി നട്ടപ്പാതിരയ്ക്ക് ഉറക്കം ഞെട്ടി ഉണരുമ്പോൾ ചെയ്യേണ്ട പരിപാടിയാണോ? അദ്ദേഹം എക്സിൽ കുറിക്കേണ്ടതാണോ? ഇതിനൊക്കെ ചില രീതികളും മര്യാദകളും ഒക്കെ ഇല്ലേ? നോട്ട് നിരോധനം പാതിരായ്ക്കാണ് നടക്കുന്നത്, GST നടപ്പാക്കുന്നു, യാതൊരു കൂടിയാലോചനകളും ആളുകളും ആരുമായിട്ട് സംവദിക്കാതെ അദ്ദേഹത്തിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം നടത്തുന്നു. അതുപോലെ തന്നെ ഒരു സുപ്രഭാതത്തിൽ വന്ന് കാശ്മീരിലെ മുഴുവൻ ആളുകളെയും ബന്ദികളാക്കിക്കൊണ്ട് ആർട്ടിക്കിൾ 317 എടുത്തു കളയുന്നു, കാശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തു കളയുന്നു, അല്ലെങ്കിൽ CAA പ്രഖ്യാപിക്കുന്നു, യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുമെന്ന് പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ തോന്നിയതൊക്കെ പറയാനായിട്ട്, ഉറക്കത്തിൽ എന്ത് തോന്നുന്നു അതൊക്കെ പറയാൻ വേണ്ടി, സ്വപ്നം കണ്ട് കാണുന്ന കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി ഈ രാജ്യത്തിന്റെ സർവ്വ സൗകര്യങ്ങളും അധികാരങ്ങളും ഉപയോഗിക്കുന്നു എന്നുള്ളത് വലിയ പരിതാപകരമായിട്ടുള്ള ജനാധിപത്യ സംസ്കാരത്തിലേക്ക് പോകുന്നത്. ഈ രാജ്യം ഇന്ന് വരെ, ഞങ്ങൾ ഒരു കാര്യം കൂടി ഉറപ്പിക്കുന്നു, വാജ്പേയിയുടെ കാലത്ത് പോലും ഉണ്ടാകാതിരിക്കുന്ന അത്രയും തീവ്രമായിട്ടുള്ള രീതിയിൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംസ്കാരങ്ങളെ, എതിർ ശബ്ദങ്ങളെ ഉൾക്കൊള്ളാനുള്ള ആർജവത്തിന്റെ ഒരു അല്പം പോലും, ഒരു കണിക പോലും ശേഷിക്കാത്ത ഒരു നേതാവായിട്ട് നരേന്ദ്രമോദി മാറുന്നു. അദ്ദേഹത്തിന് തോന്നിയ പോലെയൊക്കെ ചെയ്യുന്നു. നിങ്ങൾ MS സ്വാമിനാഥന് കൊടുത്ത ആ വലിയ അംഗീകാരത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അതിനേക്കാൾ വലിയ അംഗീകാരം എന്താണെന്നുള്ള, ഭാരത് രത്നയേക്കാൾ കൂടുതൽ അംഗീകാരം കിട്ടിയത് ഗ്രീൻ റെവല്യൂഷന് നേതൃത്വം കൊടുത്ത ശാസ്ത്രജ്ഞൻ എന്നുള്ള ആ ഖ്യാതി, ആ വിഖ്യാതി, ലോകം മുഴുവൻ ആദരിക്കുന്ന ആ ശാസ്ത്രജ്ഞനായിട്ട് അദ്ദേഹത്തെ വളർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും അകമഴിഞ്ഞു കൊടുത്ത, അദ്ദേഹത്തിന് കൊടുത്ത പിന്തുണയാണ്. ഈ രാജ്യം മുഴുവൻ അദ്ദേഹത്തെ സ്വീകരിച്ച അത്രയും വരില്ലല്ലോ. വർഷങ്ങൾക്ക് ഇപ്പുറം നിങ്ങൾ ഭാരതരത്ന കൊടുത്ത് നിങ്ങളുടെ പ്രത്യേക ലാക്കോട് കൂടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തെറ്റില്ല, ചെയ്തത് നല്ല കാര്യം തന്നെ. പക്ഷേ ഞാൻ ഒരു കാര്യം എടുത്തു ചോദിക്കുക, അതോടൊപ്പം ഈ കോവിഡിന് മുമ്പ് 6.5 കോടി മനുഷ്യരായിരുന്നു ഒരു ദിവസം പ്രതിദിനം $1 സമ്പാദിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരായിരുന്നെങ്കിൽ, ഇന്ന് കോവിഡിന് ശേഷം നിങ്ങളുടെ 20,000 കോടി രൂപയുടെ പാക്കേജ് ഒക്കെ നടപ്പിലാക്കിയെന്ന് നിങ്ങളുടെ ധനകാര്യമന്ത്രി അവകാശപ്പെടുന്ന കാലഘട്ടത്തിൽ അത് 13.5 കോടി ആയിട്ട് വർദ്ധിക്കുക. അതായത് പട്ടുകുഴിയിൽ കിടക്കുന്ന മനുഷ്യരുടെ എണ്ണം ഇരട്ടിയാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ശാസ്ത്രജ്ഞനെ ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയോ? എന്തിന് ഇത്തരം പട്ടിണി പാവപ്പെട്ട ആളുകളുടെ ദുസ്ഥിതിയെ കുറിച്ചിട്ട് വെളിപ്പെടുത്തുന്ന സർവേ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടതിന്റെ പേരിൽ 2 പ്രധാനപ്പെട്ട ശാസ്ത്രജ്ഞന്മാർ പുറത്താക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ലേ? ജെയിംസ് എന്ന് പറഞ്ഞ ഒരു മലയാളി സസ്പെൻഡ് ചെയ്യപ്പെടുകയും പിന്നീട് അദ്ദേഹം രാജിവെച്ച് പോവുകയും ചെയ്യേണ്ട സാഹചര്യം എന്താ ഉണ്ടായേ? അപ്പോൾ ഫാമിലി ഹെൽത്ത് സർവേയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് CAG റിപ്പോർട്ടുകൾ ഇന്ത്യൻ പാർലമെന്റിൽ ഇനി തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ വെക്കണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സർക്കാർ. നിങ്ങൾക്ക് MS സ്വാമിനാഥനെ പോലെ ലാൽ ബഹദൂർ ശാസ്ത്രിയും ഇന്ദിരാഗാന്ധിയും എല്ലാ പിന്തുണയും കൊടുത്ത് ഈ രാജ്യത്തിന്റെ ഗ്രീൻ റെവല്യൂഷന് വേണ്ടിയിട്ട്, സാധാരണക്കാരുടെ പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട് പിന്തുണ കൊടുത്ത പോലെ ഒരു MS സ്വാമിനാഥൻ കമ്മീഷനാണ് കാർഷിക വിളകൾക്ക് താങ്ങുവില വേണമെന്നുള്ള നിർദ്ദേശം, കമ്മീഷൻ റിപ്പോർട്ട് ഈ സർക്കാരിന് മുമ്പിലുണ്ട്. ആ റിപ്പോർട്ട് നടപ്പാക്കാൻ കഴിയില്ല എന്ന് സുപ്രീം കോടതിയിലും ഈ സർക്കാർ പറഞ്ഞിരുന്നു. കാരണം അങ്ങനെ ചെയ്താൽ മാർക്കറ്റ് ഇടിയുമെന്നാണ് പറഞ്ഞത്. അതുകൂടി സ്വാമിനാഥൻ്റെ ഒരു ശുപാർശ ഇതുവരെ നടപ്പാക്കിയിട്ടുമില്ല. അല്ല അജിംസ്, അത് കറക്റ്റാണ്. ഈ സ്വാമിനാഥനെ നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് രീതിയിലാണ് അംഗീകരിക്കുന്നത്? ഈ ലോകം ആദരിക്കുന്ന വിഖ്യാതനായിട്ടുള്ള ആ ശാസ്ത്രജ്ഞൻ, ലോകം മുഴുവൻ അദ്ദേഹത്തിന്റെ പോളിസികളെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു കാർഷിക രംഗത്ത്. ആ ശാസ്ത്രജ്ഞനെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങളെ നിങ്ങൾ അംഗീകരിക്കണ്ടേ? അത് ഈ ഗവൺമെന്റ് നടപ്പാക്കണ്ടേ? ഈ രാജ്യത്തെ സാധാരണപ്പെട്ട ആളുകൾക്ക് കുറെ കൂടി ഗുണകരമാകുന്ന സാഹചര്യമല്ല ഉണ്ടാകുക? പട്ടിണി ഇല്ലാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? കുറെ കൂടി വിലക്കുറവിൽ ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാൻ പറ്റിയില്ലേ നമ്മൾക്ക്? കുറെ കൂടി ആളുകൾക്ക്, കർഷകർക്ക് താങ്ങുവില കിട്ടുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? റബ്ബറിനും മറ്റ് കാർഷിക വിളകൾക്കും താങ്ങുവില കിട്ടുന്ന സാഹചര്യം ഉണ്ടാവില്ലേ? ഇതൊന്നും കൊടുക്കാതെ MS സ്വാമിനാഥൻ എന്ന് പറഞ്ഞ ഒരു മലയാളിയോ ഒരു ദക്ഷിണേന്ത്യക്കാരനായിട്ടുള്ള ശാസ്ത്രജ്ഞനെ ഞങ്ങൾ അംഗീകരിച്ചു എന്ന് പറഞ്ഞാൽ അംഗീകരിച്ചത് നല്ലത്. ഈ രാജ്യത്തിന്റെ പരമോന്നത ബഹുമതി അദ്ദേഹം അർഹിക്കുന്നു, അദ്ദേഹത്തിന് കൊടുത്തത് നല്ലത് തന്നെ. അതോടൊപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങളുടെ 10 വർഷക്കാലത്തിനുള്ളിൽ 10 പേർക്കേ കൊടുത്തിട്ടുള്ളൂ. അതിൽ 5 പേർക്കും എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിന് 1.5 മാസം മുമ്പ് മാത്രം പ്രഖ്യാപിക്കുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ്? അതുകൂടി താങ്കളൊന്ന് പറയണ്ടേ? ഈ ബാക്കി 8-9 വർഷക്കാലത്തിനുള്ളിൽ നിങ്ങൾ പ്രഖ്യാപിച്ചത് 5 ആളുകൾക്ക് മാത്രമാണ്. അതിൽ നിങ്ങൾ പറഞ്ഞു 2 പേര് മാത്രമാണ് BJPയുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെന്ന് നിങ്ങളുടെ ആദ്യഘട്ടത്തിൽ നിങ്ങൾ സംസാരിച്ചു. ഞാൻ മനസ്സിലാക്കുന്നത് അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ തുടങ്ങി ഈ രാജ്യത്ത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. രണ്ടാമത് നിങ്ങൾ കൊടുത്തത് നാനാജി ദേശ്മുഖ് RSSന്റെ നേതാവായിരുന്നു.
പിന്നെ മദൻ മോഹൻ മാളവ്യ, അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതും അംഗീകരിക്കാം. നാനാജി ദേശ്മുഖ് എന്ന് പറഞ്ഞ RSSകാരനെ, അല്ലെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി എന്ന് പറഞ്ഞ ഈ രാജ്യത്ത് ഇതുപോലെ ഇന്ന് കാണുന്ന അത്രത്തോളം ഈ രാജ്യത്തിന്റെ മതേതര സങ്കല്പങ്ങളെ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് രഥയാത്രകൾ നടത്തി വിഷവിത്തുകൾ വിതച്ച ഒരു മനുഷ്യനെ നിങ്ങൾ അംഗീകരിക്കുമ്പോൾ നിങ്ങൾ പറയുകയാണ് 2 പേർക്കേ ഞങ്ങൾ കൊടുത്തിട്ടുള്ളൂ എന്ന്. ആ 2 പേരെങ്കിൽ 2 പേർ അത് നിങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോട് കൂടെ നടപ്പാക്കിയതാണോ? അതെങ്കിലും നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? എന്തിന്റെ പേരില ഈ അടൽ ബിഹാരി വാജ്പേയിക്കുള്ള, ഈ ലാൽകൃഷ്ണ അദ്വാനിക്കുള്ള ഭാരത് രത്ന എന്തിന്റെ പേരില? ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഉള്ളിടത്തോളം കാലം ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ് അയോധ്യയിലെ ബാബറി മസ്ജിദ് തകർക്കുന്നത്. അതിന്റെ കാരണവും മറ്റ് കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ പല ഡിബേറ്റബിൾ ഇഷ്യൂ ആണല്ലോ. അതിന് കാരണഭൂതനായിട്ടുള്ള, അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള, ആ കർസേവയ്ക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ലാൽകൃഷ്ണ അദ്വാനിക്ക് മതേതര ഇന്ത്യയിൽ നിങ്ങൾ ഭാരത് രത്ന കൊടുക്കുമ്പോൾ അത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നത്? അത് നിങ്ങളൊന്ന് പറയണ്ടേ? ബാക്കി മുഴുവൻ ആളുകളെയും അംഗീകരിക്കുന്നത് അവർ കൊടുത്തിട്ടുള്ള ശാസ്ത്ര സേവനങ്ങൾ, ഈ സമൂഹത്തിന് കൊടുത്തിട്ടുള്ള സേവനങ്ങൾ എന്നൊക്കെ നമ്മൾ പരിഗണിക്കാം, അതൊക്കെ അംഗീകരിക്കുന്നു. ലാൽകൃഷ്ണ അദ്വാനി ഈ രാജ്യത്ത് എന്ത് സേവനമാണ് കൊടുത്തിട്ടുള്ളത്? അത് നിങ്ങളൊന്ന് പറഞ്ഞു. ശരി ശരി ശ്രീ ഡി ശ്രീജിത്ത്, ഈ അദ്വാനിക്ക് ഭാരതരത്ന കൊടുക്കുന്നതിനെ കുറിച്ച് മല്ലികാർജ്ജുൻ ഖാർഗെ രാജ്യസഭയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ അത് ഓക്കെ വെൽക്കം ചെയ്യുന്നു എന്ന് പറഞ്ഞു. പക്ഷേ ജയറാം രമേശ് അതേക്കുറിച്ച് പറഞ്ഞത് ഈ 2014 ഏപ്രിൽ 5-ാം തീയതി നരേന്ദ്രമോദി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോൾ അദ്ദേഹം മാധ്യമങ്ങളിൽ കൊടുത്തൊരു ബൈറ്റുണ്ട്. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ജയറാം രമേശ് പറയുന്നത് മോദി എൻ്റെ ശിഷ്യനല്ല, അദ്ദേഹം നല്ലൊരു ഇവന്റ് മാനേജറാണ് എന്നാണ്. അതുകൊണ്ട് ചരിത്രത്തിൻ്റെ തങ്കലിപികളിൽ എഴുതപ്പെട്ട ആ വാക്കുകൾക്ക് ഭാരതരത്ന കൊടുക്കണം എന്നാണ് ജയറാം രമേശ് പരിഹസിക്കുകയാണ് ചെയ്തത്. ശരിയല്ലേ? അല്ല, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലൊരു നമ്മൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ഈ ഭാരതരത്ന എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മളൊരു ഡിസ്കഷനിലേക്ക് വന്നിട്ട് ഒരു കാര്യവുമില്ലാത്തൊരു കാര്യമാണ്. കാരണം ഇത് പലപ്പോഴും നമുക്കറിയാം BJP ഗവൺമെൻറ് വന്നതിന് ശേഷം അവരവരുടെ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ആദ്യകാലത്തൊക്കെ യഥാർത്ഥത്തിൽ ഇന്ത്യയിലൊരു ഒരു അർഹതപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണം എന്നുള്ള ആശയത്തിലായിരിക്കും വന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഹിസ്റ്ററി പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്, ഇതെന്തായിരുന്നു അവരൊരു അർഹതയുടെ മാനദണ്ഡം, ഇതെല്ലാം നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചുള്ള എനിക്ക് തോന്നി ഇപ്പോൾ ഈ പറയുന്ന സാഹചര്യത്തിൽ ഇവരെന്തെല്ലാമാണ് ഉദ്ദേശിക്കുന്നത്, ഈ ഭാരതരത്ന അവാർഡുകൾ കൊണ്ട് ഇവരെന്തെല്ലാമാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണെന്ന് തോന്നുന്നു വലിയ ചർച്ച. അപ്പോൾ അദ്വാനി നമുക്കറിയാവുന്ന കാര്യമാണ്. അദ്വാനി സിംഗിൾ ഹാൻഡഡ്ലി ഒരു പിക്കപ്പ് ചെയ്തിട്ടുള്ളൊരു കക്ഷിയാണ് ഒരു പക്ഷേ നരേന്ദ്രമോദി അതിനു മുൻപുള്ള കാലത്ത് രാഷ്ട്രീയ ഒരു ഏതെങ്കിലും തരത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും അല്ലാത്ത ഒരാളാണ്. RSSൽ നിന്ന് BJPയിലേക്ക് വരുന്ന BJPയിലെ ഒരു BJP ഉള്ളൊരു ബന്ധം ഉള്ളൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി എന്നുള്ളത്. അപ്പോൾ BJPയുടെ നാഷണൽ ഓർഗനൈസേഷൻ ജനറൽ സെക്രട്ടറി പോസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരാളാണ് നരേന്ദ്രമോദി. അദ്ദേഹത്തിന് പെട്ടെന്ന് അവിടുത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രത്യേകിച്ചും ഗുജറാത്തിലുണ്ടായിട്ടുള്ള ഭൂകമ്പവും അതേപോലൊരു കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് അങ്ങനൊരു സമയത്ത് നേരെ ഒരു വേറെ തരത്തിൽ ഈ പറഞ്ഞ രീതിയിൽ നേരത്തെ അജിംസ് പറഞ്ഞ മാതിരി ഒരു ഇവൻറ്റ് മാനേജ് ചെയ്യാനായിട്ട് അങ്ങോട്ടേക്ക് മോഡി അയക്കുന്നു. അവിടുത്തെ സംസ്ഥാനത്തെ ഒരു ഓർഗനൈസേഷൻ സെക്രട്ടറി ആയിരുന്ന സഞ്ജയ് ജോഷിയെ ദേശീയ ഓർഗനൈസേഷൻ സെക്രട്ടറി ആയിട്ട് മോഡിയുടെ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് സഞ്ജയ് ജോഷിക്ക് എന്താ സംഭവിച്ചതെന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഇവിടുത്തെ ഒരു രാഷ്ട്രീയ ചരിത്രത്തിൽ വലിയ കൗതുകമുള്ള കാര്യമാണ്. അവിടെ ഉണ്ടായിട്ടുള്ള പല കാര്യങ്ങളും മോഡി അവിടെ ചെന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വേറെ തരത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ്. ചില കൊലപാതകങ്ങളെ കുറിച്ച് അന്വേഷിക്കാൻ ആരും ഉണ്ടാവില്ല. ഇവിടെ ദീൻദയാൽ ഉപാധ്യായ ആര് കൊന്നു എന്ന് ആരും ചോദിക്കാത്തത് സഞ്ജയ് ജോഷി ആരും ചോദിക്കില്ല. അതെ, അത്തരം ചർച്ചകളിലേക്ക് നമ്മൾ പോവുക ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ അതൊക്കെ നമ്മുടെ ഹിസ്റ്ററിയിലുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അധികാരത്തിൽ വന്നതിന് ശേഷം ഇവർ കൊടുത്തിട്ടുള്ള ഈ പറയുന്ന ഒരു പുരസ്കാരങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന ഭാരതരത്ന പോലുള്ള സംഭവങ്ങളെല്ലാം ഓരോ സമയത്ത് ഇപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് ഇവർക്കൊരു സുഘടിത ഭരണം ലഭിച്ചതിന് ശേഷം ആദ്യം കൊടുക്കുന്നത് മദൻ മോഹൻ മാളവ്യയ്ക്കാണ്. സ്വാഭാവികമായിട്ടും മദൻ മോഹൻ മാളവ്യയ്ക്കാണ് BJP കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് സവർക്കറിന് കൊടുക്കാത്തത് എന്നുള്ളത് എനിക്ക് അത്ഭുതമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മദൻ മോഹൻ മാളവ്യയോ സവർക്കറോ രണ്ടിലൊരാളാണ്
ഇവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയ അടിത്തറ ഹിന്ദുത്വയ്ക്ക് ഉണ്ടാക്കിയെടുത്തത്. ഹിന്ദുത്വയും മദൻ മോഹൻ മാളവ്യയാണ് ഒരുപക്ഷെ ഹിന്ദുത്വയും ഒരു ദേശീയ പ്രസ്ഥാനവുമായിട്ട് ഒരു തരത്തിൽ ഘടിപ്പിക്കാവുന്ന ഒരേ ഒരു ചെങ്ങല എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും സവർക്കർ പലതവണ മാപ്പ് പറഞ്ഞും ഒറ്റുകൊടുത്തും ഇവർക്കെതിരെ പ്രവർത്തിക്കാമെന്നും പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ സവർക്കറിനെ ഒരുപക്ഷെ ആ ചങ്ങലയിൽ പെടുത്താൻ പറ്റില്ലായിരിക്കും. പക്ഷേ മദൻ മോഹൻ മാളവ്യ ഒരേ സമയം ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെയും ഹിന്ദു മഹാസഭയുടെയും അധ്യക്ഷനായിട്ടുള്ള ആളായിരുന്നു, വിദ്യാഭ്യാസ സ്ഥാപനം ആരംഭിച്ചിട്ടുള്ള ആളായിരുന്നു. അത് കാരണം തന്നെ മദൻ മോഹൻ മാളവ്യയെ കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നത് വഴി യഥാർത്ഥത്തിൽ ഒരു തരത്തിലൊരു ഒരു പോയിന്റ് അവർ പ്രൂവ് ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും എ ബി വാജ്പേയിക്കും കൊടുത്തു. എ ബി വാജ്പേയി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഇമേജാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം. ബി ജെ പി എല്ലാ കാലത്തും ശ്രമിച്ചിരുന്നത് വാജ്പേയി എന്ന് പറയുന്ന വിഗ്രഹത്തെ ഒരു തരത്തിൽ ഉടയ്ക്കാനായിട്ടുള്ള, എന്ന് വെച്ചാൽ അതിനെതിരായിട്ട് വന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളെയും ബി ജെ പി എല്ലാ കാലത്തും തട്ടിമാറ്റിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു, ഞാൻ വാജ്പേയിയുടെ അവസാനത്തെ ഒരു പൊതുപരിപാടി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അവസാനത്തെ പൊതുപരിപാടി വാജ്പേയി പങ്കെടുക്കുന്നത് 2007 ബി ജെ പിയുടെ നാഷണൽ കോൺഫറൻസായിരുന്നു, ലക്നൌവിൽ വെച്ചിട്ട് നടക്കുന്നത്. അതിനുശേഷമുള്ള ഒരു പൊതുപരിപാടിയിലും വാജ്പേയി പങ്കെടുത്തിട്ടില്ല. ആ പരിപാടിക്ക് ശേഷമുള്ള ഒരു ഇമേജ് പോലും വാജ്പേയിയുടെ ഞാൻ പറയുന്ന ഒരു പബ്ലിക് ഫോട്ടോ പോലും ഒരു സ്ഥലത്തും അവൈലബിൾ അല്ല. വാജ്പേയിയുടെ സുഖമില്ലാതിരിക്കുന്ന ഒരു കാലത്ത് വാജ്പേയിയുടെ വീട്ടിൽ നിന്നോ വാജ്പേയിയുടെ പരിസരങ്ങളിൽ നിന്നോ ഉള്ള ഒരു ഫോട്ടോയും നമുക്ക് ഒരു സ്ഥലത്ത് അവൈലബിൾ അല്ല. വാജ്പേയിക്ക് ഭാരതരത്ന കൊടുക്കുന്ന ഫോട്ടോ നമ്മുടെ ഇതിൽ ഒരു PIB റിലീസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു ഫോട്ടോയേ ഉള്ളൂ. ആ ഫോട്ടോ എന്ന് പറയുന്നത് പ്രണബ് മുഖർജി വാജ്പേയിയുടെ മുഖം തിരിഞ്ഞ് നിൽക്കുന്നത്. വാജ്പേയിയുടെ മുഖം നമുക്ക് കാണാൻ പറ്റില്ലാത്തൊരു ഫോട്ടോയാണ്. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് ഫോട്ടോഗ്രാഫിക്കൽ പോലുമായിട്ട് വാജ്പേയിയുടെ ഒരു ഇമേജ് എന്ന് പറയുന്നത് ആ ഫോട്ടോ, അതായത് നമുക്ക് പരിചിതമായിട്ടുള്ളൊരു വാജ്പേയി മാത്രമാണ് ഏത് സമയത്തും പുറത്തു വിടാൻ പോലും ബി ജെ പി തയ്യാറായിട്ടുള്ളത്. അത് വളരെ വളരെ ശ്രദ്ധാപൂർവം ഒരു ഇമേജ് ബിൽഡിങ് വാജ്പേയിക്ക് വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് അവർ വളരെ ശ്രദ്ധാപൂർവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാജ്പേയിയുടെ ഒരു ഭാരതരത്ന എന്ന് പറയുന്നത് അവർ പ്ലാൻ ചെയ്തിട്ടുള്ളവരാണ്. അവർക്ക് അധികാരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നൽകുന്ന ഒരു കാര്യമാണ്. അത് മദൻ മോഹൻ മാളവ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ബാക്കി തുടർന്നുണ്ടായിട്ടുള്ള ഓരോ സംഭവങ്ങളും അപ്പോഴത്തെ ഒരു രാഷ്ട്രീയ കാര്യങ്ങൾ വെച്ചിട്ടാണ്. അദ്വാനിയെ ദീർഘകാലം അവഗണിച്ചു. കാരണം അദ്വാനിക്ക് പലപ്പോഴും നമുക്കറിയാവുന്നതാണ് 2004 ശേഷം ഇലക്ഷൻ നടക്കുന്ന സമയത്ത് 2004 സ്വാഭാവികമായിട്ടും വിചാരിച്ചു വീണ്ടും ബി ജെ പി അധികാരത്തിൽ വരുന്ന കരുതി. സ്വാഭാവികമായിട്ടും അന്ന് അദ്വാനിയായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ടുണ്ടായിരുന്നത്. അന്ന് ബി ജെ പിക്ക് അധികാരം ലഭിച്ചില്ല. 2009 മുൻപ് വാജ്പേയി വളരെ സിസ്റ്റമാറ്റിക്കലി ഒരു പ്രധാനമന്ത്രി ആവാനായിട്ട് തയ്യാറെടുത്തിരുന്നു. വാജ്പേയി പ്രധാനമന്ത്രി ആവുക, ഞാൻ ബി ജെ പി ബീറ്റ് ചെയ്തിരുന്ന ആളാണ്. ഞാൻ എല്ലാ ദിവസവും ബി ജെ പി ഓഫീസിൽ പോയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. നമുക്കറിയാം വാജ്പേയി 2009 അദ്വാനി 2009 അധികാരത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരായിരിക്കും ഏതൊക്കെ മന്ത്രിസ്ഥാനത്തായിരിക്കും ഉണ്ടായിരിക്കുക എന്നത് പോലും തീരുമാനിക്കുന്ന തലത്തിൽ 2009 അദ്വാനി പ്രധാനമന്ത്രിയാകാനായിട്ട് തയ്യാറായിട്ട് ഇരുന്നിരുന്ന ആളാണ്. അന്നും പക്ഷേ തയ്യാറായില്ല. രണ്ടാമത്തെ തവണയും UPA സർക്കാർ അധികാരത്തിൽ വന്നു. തുടർന്ന് ജിന്ന വിവാദത്തിൽ ഇടപെട്ട് വന്നോടുകൂടിയിട്ട് അദ്വാനിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയിൽ ചില ഫേസ് നഷ്ടപ്പെട്ടു. പിന്നെ പുതിയ ലീഡർഷിപ്പ് വന്നു. രാജ്നാഥ് സിംഗും നിതിൻ ഗഡ്കരിയും മാറി ലീഡർഷിപ്പിലേക്ക് വന്നു. തുടർന്ന് കുറച്ചൊരു അദ്വാനിയുടെ ഒരു ഡിമിനിഷിങ് ഒരു കാലമായിരുന്നു. തുടർന്നുണ്ടായിട്ടുള്ളൊരു അധികാരത്തിൽ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പ്രധാനമന്ത്രി ആയതിനു ശേഷം ഒരു സമയത്തും അദ്വാനിയെ ഒരു പ്രധാനപ്പെട്ട ആളായിട്ടോ അല്ലെങ്കിൽ ഒരുപക്ഷെ ഇവരുടെ ഏറ്റവും വലിയൊരു പൊളിറ്റിക്കൽ ഗെയിം നടത്തിക്കൊടുത്ത ഒരാളായിട്ട്, അതായത് ബാബരി പള്ളി പൊളിക്കുക എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ ഗെയിം പ്രാക്ടിക്കലി നൽകിയ സംഭാവനയ്ക്ക് റിവാർഡ് ലഭിച്ചു കഴിഞ്ഞു ഭാരതരത്നയിലൂടെ എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അദ്ദേഹം നൽകിയ സംഭാവനകൾ അതിനപ്പുറം എന്താണ് എന്ന് ചൂണ്ടിക്കാട്ടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. വളരെ നന്ദി ശ്രീ D. ശ്രീജിത്ത്, ശ്രീ അശോക് കുമാർ, ശ്രീ ജിൻഡോ, ഇത്രയും സംസാരിച്ചു.